നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അതേപോലെ തന്നെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടുത്തെ കുറച്ച് സയൻറ്റിസ്റ്റുകളും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ജോൺറേ എന്താണ് മക്കളെ ചെയ്തത്? ഫാദർ ഓഫ് ടാക്സോണമി ആണോ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചാലാണോ, അല്ലെങ്കിൽ ട്രീസ് ഷ്രബ്സ് ഹെർബ്സ് ആക്കി തിരിച്ചാലാണോ, അല്ലെങ്കിൽ സയന്റിഫിക് മെത്തഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്താലാണോ, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് ഇല്ലാത്തവ റെഡ് ബ്ലഡ് ഉള്ളവ എന്ന് തിരിച്ചാലാണോ? ഏതാണ്? യെസ്, ജോൺറേ ആണ് എന്ത് ചെയ്തത്? സയന്റിഫിക് മെത്തഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത ആൾ അല്ലേ. കാൾ ലിനേയസ് ആണ് എന്ത് ചെയ്തത്? കാൾ ലിനേയസിനാണ് നമ്മൾ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത്. ദെൻ ഏർണസ്റ്റ് ഹാക്കൽ ആണ് എന്ത് ചെയ്തത്? ഈ ലിവിങ് തിങ്സിനെ 3 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ദെൻ റോബർട്ട് എച്ച് വിറ്റ്സാക്കർ ആണ് എന്ത് ചെയ്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. അരിസ്റ്റോട്ടിൽ ആണ് എന്ത് ചെയ്തത്? റെഡ് ബ്ലഡ് ഉള്ളവ റെഡ് ബ്ലഡ് ഇല്ലാത്തവ എന്ന് പറഞ്ഞിട്ട് തിരിച്ചത്. ട്രീസ് ഷ്രബ്സ് ഹെർബ്സ് ആക്കി തിരിച്ചത് ആരായിരുന്നു? നമ്മുടെ തിയോഫ്രാസ്റ്റസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സയൻറ്റിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും വരും, ഷുവറായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ഇത് തന്നിട്ടുണ്ട്. ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ഓക്കെ, ഇതിലേതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗസ് ഫ്ലൈ, ലിസാർഡ്, ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ. ഓക്കെ, അപ്പോൾ ഇതിലാരാണ് മക്കൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? യെസ്, ഇവിടെ ലിസാർഡ് ആണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ഇൻസെക്ട്സിന്റെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഇനി കാറ്റ്, ഡോഗ്, ടൈഗർ, സ്നേക്ക് ഏതാ വരുന്നത്? യെസ്, സ്നേക്ക് ആണ് വരുന്നത്. കാരണം സ്നേക്ക് എന്താണ്? റെപ്റ്റൈൽ ആണ്. ദെൻ ബാക്കിയുള്ളവരൊക്കെ സെപ്പറേറ്റ് വേറെ ഗ്രൂപ്പ് തന്നെയാണ്. ഇനി അരിഗ്നട്ട് ട്രീ, കോക്കനട്ട് ട്രീ, ജാക്ക് ട്രീ, പാം ട്രീ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ജാക്ക് ട്രീ ആണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. കാരണം അതെന്താണ്? ബാക്കിയുള്ളവരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മോണോക്കോട്ടാണെന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്താണ്? നമ്മുടെ അരിക്കേസി എന്നുള്ള ഫാമിലിയിൽ വരുന്നതാണ്. പാം ട്രീസിൽ വരുന്നതാണ്. നമ്മുടെ ജാക്ക് ട്രീ മാത്രം എന്താണ്? അത് സെപ്പറേറ്റ് ആണ്, ഡൈക്കോട്ട് പ്ലാന്റ്സിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ നമ്മൾ മിസ് പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ഫീച്ചേഴ്സും പഠിച്ചു വെക്കണം, ഓരോ കിങ്ഡത്തിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു വെക്കുക. ഇവിടെ കിങ്ഡം ഫഞ്ചിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ദേ ആർ പ്രോകാരിയോട്സ്. അവർ പ്രോകാരിയോട്സ് ആണെന്നാണ് പറയുന്നത്. പ്രോകാരിയോട്ടിലാണോ? അല്ല, അപ്പം അത് തെറ്റാണ്. ഇനി ദേ ഹാവ് എ സെൽ വാൾ മെയ്ഡ് ഓഫ് കൈറ്റിൻ കൊണ്ടുള്ള സെൽ വാൾ അവർക്ക് ഉണ്ടോ മക്കളെ? അതുണ്ട് അല്ലേ. ഇനി അടുത്ത് ദേ ആർ ഓട്ടോട്രോഫ്സ് കണ്ടെയ്നിങ് ക്ലോറോഫിൽ. അവർക്ക് ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓട്ടോട്രോഫ്സ് ആണ് അവർ. അല്ല, സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. പിന്നെ ദേ ആർ സാപ്രോഫൈറ്റ്സ് അല്ലേ. കറക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുക. റൂൾസ് ഓഫ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഡെവലപ്ഡ് ബൈ കാൾ ലിനേയസ് ആർ ഗിവൻ ബിലോ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ നോക്കുക. ദ സയന്റിഫിക് നെയിം ഹാസ് 2 പാർട്സ്. സ്പീഷീസ് നെയിം ഫസ്റ്റ്, ജീനസ് നെയിം സെക്കൻഡ്. ആണോ? തെറ്റല്ലേ. ജീനസ് നെയിം ആണ് ആദ്യം വരേണ്ടത്, സ്പീഷീസ് നെയിം സെക്കൻഡ് ആണ്. ഇനി ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം ഷുഡ് ബി ക്യാപിറ്റൽ. കറക്റ്റ് അല്ലേ. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. കറക്റ്റ് ആണ്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് സ്പീഷീസ് നെയിം ഷുഡ് ബി ക്യാപിറ്റൽ. ആണോ? അല്ല, തെറ്റാണ്. സ്പീഷീസ് നെയിം സ്മോൾ ലെറ്ററിലാണ് വേണ്ടത്. ഇനി സയന്റിഫിക് നെയിം ഷുഡ് ബി പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ഓർ അണ്ടർലൈൻ ഇഫ് ഹാൻഡ് റിട്ടൺ. അല്ലെ, അച്ചടിക്കുന്ന സമയത്ത് ചെറിയ അക്ഷരം ഇറ്റാലിക്സിലാണ് എഴുതാനായിട്ട്. കൈകൊണ്ട് എഴുതുമ്പോൾ അടിവരയിട്ടിട്ട് എഴുതണം അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? 2ഉം 4ഉം ആണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൈനോമിയൽ നോമെൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിഫൈൻസ് എ സ്പീഷീസ് അക്കോർഡിംഗ് ടു ദ ബയോളജിക്കൽ കോൺസെപ്റ്റ്. ബയോളജിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് സ്പീഷീസ് എന്നതിനെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ട് നിർവചിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? ഇത് വർഗീകരണത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ലെവലാണെന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. മോസ്റ്റ് ബേസിക് ലെവലാണ് സ്പീഷീസ്. ഓർഗാനിസം വിത്തിൻ എ സ്പീഷീസ് ലുക്ക് എക്സാക്ട്ലി ഐഡന്റിക്കൽ. എല്ലാവരും ഒരുപോലെ ആയിരിക്കും? അല്ല, നമ്മളൊക്കെ സ്പീഷീസ് ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഒരുപോലെയാണ്. അല്ല. ഇനി മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് കൻ നാച്ചുറൽ reproduce to form fertile offspring. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ലെവൽ ജസ്റ്റ് ബിലോ ദ കിങ്ഡം. കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ള ലെവലാണോ? അല്ല, കിങ്ഡത്തിന് തൊട്ട് താഴെ ഫൈലമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 1ഉം 3ഉമാണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് എന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിങ്ഡം അതായത് ലെവൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടാക്സണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിങ്ഡം ആനിമേലിയ, അതായത് ആ ടൈഗറിൻ്റെ ലെവലാണ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കിങ്ഡം ആനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് ഏതായിരിക്കും മക്കളെ? ക്ലാസ് മെമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഏതായിരിക്കും? ഫെലിഡേ എന്നുള്ള ഫാമിലിയാണ്. ജീനസ് പാന്തറ, സ്പീഷീസ് എന്തായിരിക്കും? ടൈഗ്രിസ് എന്ന് കൊടുക്കാം. ടൈഗ്രിസ്.
ഓക്കെ, ഇങ്ങനെയുള്ള രീതിക്ക് ഫില്ല് ചെയ്യാനുള്ള തരത്തിൽ ഒന്നില്ലെങ്കിൽ കോക്കനട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ടൈഗറിൻ്റെയോ നമുക്ക് എക്സാമിനെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടാക്സോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എന്താണ് ടാക്സോണമി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത്, അല്ലെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്താ പറയുക, ക്ലാസിഫൈങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യും, ഐഡൻറ്റിഫൈങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് ഗിവിംഗ് ദം സയൻറ്റിഫിക് നെയിംസ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള രീതിക്ക് അവരുടെ സിമിലാരിറ്റീസും ഡിഫറൻസസ് ഒക്കെ അനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് സയൻറ്റിഫിക് നെയിംസ് ഒക്കെ കൊടുക്കുക, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കമ്പയർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടാക്സോണമി എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണേ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ കുട്ടികളൊന്ന് വേഗം നോക്കി വയ്ക്കേ. അതായത് കുറച്ച് സയൻറ്റിഫിക് നെയിംസ് ഒക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, അഥവാ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാലും വെച്ചിട്ടാണ്. ഓക്കെ, ഓർഗാനിസം അതിൻ്റെ സയൻറ്റിഫിക് നെയിംസും കൊടുത്തിട്ടുണ്ട്. എലഫൻറ്റ് നമ്മൾ എന്താ പറയുക, എലഫൻറ്റിനെയാണ് നമ്മൾ എലഫസ് മാക്സിമം എന്ന് പറയുക. പാവോ ക്രിസ്റ്റാറ്റസ് എന്തിനാണ് മക്കളെ, നമ്മുടെ പീക്കോക്ക്. പിന്നെ കാനിസ് ഫിമിലാരിസ് എന്തിനാണ്, ഡോഗിൻ്റെയാണ് പറയുക. ഹിബിസ്കസ് റോസ സൈനൻസിസ് ഏതാണ്, നമ്മുടെ ചെമ്പരത്തിയാണ്. സാഡ്രാക്ത ഇൻഡിക്ക ഏതാണ്, നമ്മുടെ കൈപ്പയ്ക്ക, നമ്മുടെ പാവലാണ്. ഓക്കെ, ബിറ്റർഗോഡാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബിറ്റർഗോഡല്ല, നമ്മുടെ നീമിനെയാണ് നമ്മൾ എന്ത് പറയുക, നീമിനെയാണ് നമ്മൾ സാഡ്രാക്ത ഇൻഡിക്ക എന്ന് പറയുക. ഒറൈസ സറ്റൈവ ഏതാണ്, പാഡിനെയാണ് പറയുക. ഓക്കെ, ഇതേപോലുള്ള കുറച്ച് സയൻറ്റിഫിക് നെയിംസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ മെസ്സേജ് തരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബിലോങ് ടു ദ കിങ്ഡം മൊനീറ? ഇതിൽ കിങ്ഡം മൊനീറയിൽ വരുന്നത് ആരാണ് എന്നുള്ളത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിലേതാണ് കിങ്ഡം മൊനീറയിൽ വരുന്നത് എന്നുള്ളത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്, ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാരത്തോൺ ആരും മിസ്സാക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ മക്കളെ, അപ്പോൾ നമുക്കിനി സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? അങ്ങനെ നമുക്ക് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ പോർഷൻസും നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നുണ്ടാകും. സോ നമുക്കിത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം ആഹാര നിർമ്മാണമാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരെന്താണ് ചെയ്യുക, നമ്മുടെ ഫുഡ് ഫോർമേഷൻ ആണ്, അല്ലേ? ഭക്ഷണ നിർമ്മാണമാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഹാര നിർമ്മാണം എന്ന് നമുക്ക് പറയാം. ഇവരെന്താ ചെയ്യുക, ആഹാര നിർമ്മാണം. അടുത്ത നോക്കിക്കുക, ആനിമൽ സെൽ തിയോഡർ ഷ്വാൻ ആണ്, അല്ലെ? ജന്തുകോശത്തിനെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ജന്തുകോശം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞത് ഷ്വാൻ ആണെങ്കിൽ പ്ലാന്റ് സെൽസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്, നമ്മുടെ മാത്തിയാസ് ഷ്ലൈഡൻ ആണ്. മലയാളത്തിൽ നമ്മൾ ഷ്ലീഡൻ എന്നാണ് പറയുന്നത്, മാത്തിയാസ് ഷ്ലീഡൻ. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന കോശാംഗത്തിന്റെ ചിത്രം തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ കോശാംഗത്തിന്റെ പേരെഴുതാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ സെൽ ഓർഗനൽസ് അല്ലെ കോശാംഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരുടെയും പിക്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക, അവരുടെ ഒരു ഫംഗ്ഷൻ എങ്കിലും പഠിച്ചു വെക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ്, നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗോൾഗി കോംപ്ലക്സ് അല്ലെ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയും. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. റൈറ്റ്, നെയിം ദ സെൽ ഓർഗനൽ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോമ്പണൻസ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, അല്ലേ? അങ്ങനെ 2 കോമ്പണൻസ് ആയിട്ട് കാണുന്ന ഇയാളാണ് നമ്മുടെ സ്വന്തം റൈബോസോം. ഇനി റൈബോസോമിന്റെ ഒരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ, പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ ഫോർമേഷൻ ആണ്. പ്രോട്ടീൻ ഫോർമേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോട്ടീൻ സിന്തസിസ് ആണ് കുറച്ചുകൂടി കറക്റ്റ്. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണമാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ റൈബോസോമിന്റെ ഫംഗ്ഷൻ. റെഡി അല്ലേ, പ്രോട്ടീൻ നിർമ്മാണം. അടുത്ത ചോദ്യം, കോൺസെപ്റ്റ് മാപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ഇസ് ഗിവൺ, കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബ്ലി. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവ കണങ്ങൾ നമുക്ക് എന്താണ്, 3 എണ്ണമാണുള്ളത്. ഇവിടെ ആകെ തന്നിരിക്കുന്ന നമ്മുടെ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് മാത്രമാണ്. ബാക്കി 2 എണ്ണം ഏതൊക്കെയാ, നമുക്കൊന്ന് ഇതുണ്ട്, നമ്മുടെ ചെടികൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും എല്ലാം കളർ കൊടുക്കുന്ന നമ്മുടെ ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണമുണ്ട്. ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം. അടുത്തത് ഏതാണ്, ഒരു കളർ ഇല്ല പക്ഷേ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ശ്വേതകണം.
ഇത് രണ്ടും എഴുതി കഴിഞ്ഞാലാണ് എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടുക, ഒരു മാർക്ക് കിട്ടുക കേട്ടോ. സോ അടുത്തത് കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ. അതായത് ഇവിടെ ജന്തുകോശവും സസ്യകോശവും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് തന്നെ അറിയാം ചില സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ നമ്മുടെ കോശാംഗങ്ങൾ ആനിമൽ സെല്ലിന് മാത്രമാണ്, ചിലത് പ്ലാന്റ് സെല്ലിന് മാത്രമാണ്. അപ്പോൾ അത് ഏതൊക്കെയോ, ഒന്നിവിടെ സെൻട്രോസോം തന്നിട്ടുണ്ട്, മറ്റേത് ഏതാണ്, നമ്മുടെ ഇവരിൽ മാത്രം കാണുന്നതാണ് ലൈസോസോം. പ്ലാന്റ് സെല്ലിൽ നോക്കുകയാണെങ്കിൽ സെൽ വാൾ ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ, ആനിമൽ സെല്ലിന് ഇല്ല. ഇനി ഇവർക്ക് കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ, മൈറ്റോകോൺട്രിയ അല്ലേ, മൈറ്റോകോൺട്രിയ ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അതേപോലെ റൈബോസോം ഇവർക്ക് 2 പേർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് 2 പേർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക ഇത് 2 പേർക്കും ഉണ്ട്. ഇങ്ങനെ എഴുതിക്കൂടെ, ഇതിൻ്റെ എല്ലാം സെയിം തന്നെയാണ് പേര്, ആകെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് അന്തർദ്രവ്യ ജാലിക എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ നമ്മുടെ ലൈസോസും ഇവിടെ നമ്മുടെ കോശഭിത്തി, ഇവിടെ നമുക്ക് മൈറ്റോകോൺട്രിയ, പിന്നെ നമ്മുടെ ഗോൾഗി കോംപ്ലക്സ്, അന്തർദ്രവ്യ ജാലിക, പിന്നെ റൈബോസോം പറഞ്ഞാൽ സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഇത് വീണ്ടും ഒരു ചാർട്ടാണ്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓൾറെഡി ഉള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയൊരു കോശം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്, നമ്മുടെ റുഡോൾഫ് വെർഷോ ആണ് അല്ലേ, റുഡോൾഫ് വെർഷോ ആണ് ഇത് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ആരാണ്, നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ് എന്ത് ചെയ്തത്, ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്സർവ്ഡ് സെൽ ഫസ്റ്റ്, ആദ്യമായിട്ട് കോശത്തിനെ കണ്ടത് ആരാണ്, നമ്മുടെ റോബർട്ട് ഹൂക്കാണ്. ഓക്കെ, പിന്നെ പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാണ്, നമ്മുടെ മാത്തിയാസ് ഷ്ലൈഡൻ ആണ്. മാത്തിയാസ് ഷ്ലൈഡൻ. ഇനി അടുത്തത് തിയോഡർ ഷ്വാൻ എന്താ പറഞ്ഞത്, ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ആനിമൽ ബോഡി ഈസ് മെയ്ഡ് ഓഫ് സെൽസ് അല്ലേ. ഇത്രയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, ഇത് പറഞ്ഞത് മാത്തിയാസ് ഷ്ലീഡൻ ആണ്. റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്, റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശത്തിനെ കണ്ടത്, പക്ഷെ അതൊരു ഡെഡ് സെല്ലായിരുന്നു, ഒരു ചത്ത കോശമായിരുന്നു. ലിവിങ് സെല്ലിനെ കണ്ടത് ലെവൻഹോക്ക് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ചോദ്യം, റൈറ്റ് 1 ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ. ഓരോന്നിൻ്റെയും ഒരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, റൈറ്റ്, ചുവടെ നൽകിയിരിക്കുന്ന കോശങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ ഓരോ ധർമ്മം. ഓക്കെ, 3 എണ്ണം എടുക്കാൻ 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 3 ആൾക്കാരെ എടുത്തിട്ട് അവരുടെ ഓരോരുത്തരുടെയും ഒരു ധർമ്മം വീതം എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണെന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള കണ്ടക്ടിങ് പാത്വേ ആണ്, സഞ്ചാര പാതയാണ് അല്ലേ. അപ്പോൾ കോശത്തിന് വേണ്ട സാധനങ്ങൾ നിർമ്മിക്കാനും വേണ്ടാത്തത് റിമൂവ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പിന്നെ മൈറ്റോകോൺട്രിയ നമുക്കറിയാം, പവർ ഹൗസ്, ഊർജ്ജോൽപാദന കേന്ദ്രം. റൈബോസോം പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം. വാക്യൂൾ ആണെങ്കിൽ വെള്ളം, പിന്നെ വേസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. സോ നമുക്ക് എന്ത് എഴുതാം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക ഹെൽപ്സ് ഇൻ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. സെല്ലിന് ആവശ്യമുള്ള സാധനങ്ങൾ നിർമ്മിക്കുക, ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുക, നീക്കം ചെയ്യുക. ഇനി മൈറ്റോകോൺട്രിയ ആണെങ്കിലോ എനർജി പ്രൊഡക്ഷൻ സെന്റർ ആണ്, ഊർജ്ജോൽപാദന കേന്ദ്രമാണ്. റൈബോസോം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രോട്ടീൻ സിന്തസിസിന്റെ സെന്റർ ആണ്. വാക്യൂൾ ആണെന്നുണ്ടെങ്കിലോ ഫേനം ആണെന്നുണ്ടെങ്കിലോ വാട്ടർ, ന്യൂട്രിയൻസ്, വേസ്റ്റ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാണ് ചെയ്യാം. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളിതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത്. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ സെൽ ഓർഗനൽ, റൈറ്റ് എനി 1 ഫംഗ്ഷൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആരെപ്പോലെയാ തോന്നുന്നേ, നമ്മുടെ ഏതാണ്, മൈറ്റോകോൺട്രിയ ആണ്. അപ്പം മൈറ്റോകോൺട്രിയയുടെ ധർമ്മം നമ്മളിതാ ഇപ്പം എഴുതിയിട്ടേ ഉള്ളൂ. എന്താണ്, എനർജി പ്രൊഡക്ഷൻ സെന്റർ, ഊർജോൽപാദന കേന്ദ്രം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സോ എൻ്റെ മക്കൾ ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും ലൈവിൽ ഉണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മിസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. ഇത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ദിസ് ഇസ് ന്യൂക്ലിയസ്. നിങ്ങൾക്ക് ക്ലൂ ഒക്കെ മിസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ സെൻറ്ററിൽ ഒരാൾ ഇങ്ങനെ കട്ടി പിടിച്ച് കാണാം. ഇത് ഏതാണ് എന്ന് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഇത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ.